അസ്സലാമലൈക്കും. ഇന്ന് ഈത്തപ്പഴം റവ വെച്ചിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തേക്കണം. അതിലേക്ക് ഒരു പാത്രം റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല. അതേ അളവിൽ തന്നെ ഒരു പാത്രം മൈദ എടുത്തേക്കണം. ഇനി ഇത് രണ്ടും പാടിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. റവയും മൈദയും ഒന്ന് തരിള്ളവും മൈദ പറ്റി നൈസുള്ള സാധനമല്ലേ. അപ്പോൾ അത് വാട്ടിയെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അത് കാരണമാണ്. അപ്പോൾ ഇനി അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ആ എടുത്ത അളവില്ലേ, പൊടി എടുത്ത ആ പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ 2 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ മാവിൽക്ക് മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം നെയ്യാണ് ചേർത്തിക്കുന്നത്. നെയ്യില്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി, അതൊന്ന് സോഫ്റ്റ് ഉണ്ടാവാനൊക്കെയാണ്. പിന്നെ തീയൊന്ന് ഓണാക്കിയിട്ടാ ഇനി അതൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിക്കണം. ഇനി അതിലേക്ക് റവയും മൈദേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, അതേ രീതിയിൽ ഇനി ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടാതെ ചുടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കട്ടോ. പക്ഷേ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും പാടെ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. അതാണ് നമുക്ക് കുഴച്ചെടുക്കാനാണെങ്കിലും ചാമ്പാനൊക്കെ നല്ലൊരു പാകത്തിലായി കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടൊന്ന് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഞാനതൊന്ന് ചാമ്പി ഒന്ന് ഉരുളകളാക്കി എടുത്തിക്കണം കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി ഉണ്ടാക്കൂലേ, അതേപോലെ ഞാൻ ഒരു 9 എണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇനി അതിലേക്ക് ഈത്തപ്പഴമാണ് കേട്ടോ. ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ആ കുരുവൊക്കെ ഒന്ന് നന്നായി കളഞ്ഞെടുത്ത് അതിൻ്റെ നെട്ടി ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഇനി ഇത് രണ്ടും പാടിക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നുണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. ആ തേങ്ങയും ഈത്തപ്പഴവും രണ്ടും ഒന്നായിട്ടുണ്ട് ചേരുന്ന വിധത്തിൽ നല്ല ഇതിലിട്ട് കുഴച്ചെടുക്കുക, ഇതേ അളവിലിട്ടാ. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഉരുളകളാക്കി എടുത്തില്ലേ മാവ്, അതേപോലെ തന്നെ ഇതും ഇനി ഓരോ ഉരുളകളാക്കി എടുക്കട്ടെ. ഇതേപോലെ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈത്തപ്പഴവും തേങ്ങയും പാടിക്കാൻ. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ ഉരുളാക്കി വെച്ച ആ മാവുണ്ടല്ലോ, റവൻ്റെ മൈദേൻ്റെയും ആ മാവിൽ നിന്ന് ഒരു ഉണ്ടെടുത്തിട്ട് ഇതുപോലെ കൈയുള്ളനടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കട്ടോ, കുയ്യാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉരുളാക്കി വെച്ച ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നാണ്ട് കവർ ചെയ്തെടുക്കട്ടോ. ഇത് ഉള്ളനടി വെച്ചാൽ ഇതുപോലെ നമ്മൾ വട്ടുപത്തിരിക്കൊക്കെ അമർത്തുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടോ. ഈ അളവിലാണ് കേട്ടോ ആ വേണ്ടിയത്. ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ്. നമ്മൾ ഈത്തപ്പഴം ഇതുപോലെ നമ്മൾ മാവിൽ മുക്കി പൊരിക്കും, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഈത്തപ്പഴം തേങ്ങയൊക്കെ ഒന്നാകെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ഓവർ എണ്ണ ഒന്നും പിടിക്കൂല കേട്ടോ, നമ്മൾ റവൊക്കെ വാട്ടിയെടുത്തതല്ലേ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇനി അതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഭാഗമൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിരുന്നേരൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനിയിപ്പോൾ വിരുന്നേര് വരണ്ട, നമുക്ക് തന്നെ ഒന്ന് വൈകുന്നേരം ചായക്കങ്ങൾ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റിന്. അതാണ് ഞാൻ പിന്നെയും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും പൊരിക്കണ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.